യെസ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നമ്മൾ പൂർത്തീകരിക്കാതെ പോയ ആ വാർത്തയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു മതരാഷ്ട്രീയവാദികളുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ട് പ്രബല മുന്നണികൾ, അത് ഇടതുപക്ഷവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFും പല സ്ഥലങ്ങളിൽ സഖ്യമുണ്ടാക്കുകയാണ്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം മനസ്സിലിട്ട് താലോലിക്കുന്ന ഒരു മതവിഭാഗമാണ്. അതിതീവ്ര സ്വഭാവമുള്ള ഒരു മതസംഘടനയാണ്. അവരുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി തിരുവനന്തപുരത്തെ വിവിധ പഞ്ചായത്തുകളിൽ LDFും UDFും പരസ്യമായ ധാരണയുണ്ടാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരികയാണ്. ശാലിനി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശാലിനി, ഒരു ഭാഗത്ത് ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വലിയ വിമർശനം UDFിനെതിരെ ഉന്നയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നു എന്നതായിരുന്നു വിമർശനം. ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്തെ പഞ്ചായത്തുകളിൽ വരെ വെൽഫെയർ പാർട്ടിയുമായി CPIM ധാരണയിലും സഖ്യത്തിലും എത്തുകയാണ്. PDPയുമായി അവർക്ക് സഖ്യമുണ്ട്, SDPയുമായിട്ട് സഖ്യമുണ്ട്. അപ്പോൾ മതമൗലികവാദികളുമായി ഈ തെരഞ്ഞെടുപ്പിലും രണ്ട് മുന്നണികളും കൂട്ടുകൂടുകയാണ്. ശാലിനി, ഗൗതം, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടത് വലത് മുന്നണികൾ SDPയുമായും ഒപ്പം തന്നെ PDP അടക്കമുള്ളവരുമായി കൈകോർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പരസ്യമായി SDPയെ വിമർശിക്കുന്ന, വെൽഫെയർ പാർട്ടിയെ വിമർശിക്കുന്ന ഒരു വിഭാഗമായി CPMും കോൺഗ്രസും മാറുന്നു. മറുവശത്ത് രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള അനുരഞ്ജന ചർച്ചകൾ നടത്തി വോട്ട് ശേഖരണം നടത്താനും ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കാനും വിട്ടുവീഴ്ചയ്ക്ക് വേറെ തയ്യാറായി CPM ഒപ്പം തന്നെ കോൺഗ്രസും മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ബാന്ധവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായും SDPയുമായും പരസ്യ സഖ്യമാവാമെന്ന് മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗം നേരത്തെ പറഞ്ഞതാണ്. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോഴിക്കോട് ജില്ലയിൽ മുക്കം മുനിസിപ്പാലിറ്റി, ഒപ്പം തന്നെ താമരശ്ശേരി, കൊടിയത്തൂര്, വേളം, ആയാഞ്ചേരി, ചങ്ങോരത്ത് അടക്കം ഉള്ള പഞ്ചായത്തുകൾ, തിരുവമ്പാടി പഞ്ചായത്തുകളിലടക്കം വെൽഫെയർ പാർട്ടിയുമായി UDF ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത്. ഇത് ചർച്ചയാകാതിരിക്കാൻ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പരസ്യമായി തന്നെ വെൽഫെയർ പാർട്ടിയെ ഒരു ഭാഗത്ത് തള്ളിപ്പറയുന്നു, മറുഭാഗത്ത് അവരുമായി സഖ്യ ചർച്ചകൾ നടക്കുകയും ചെയ്യുകയാണ്. മറുഭാഗത്ത് CPMും സമാനമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയെ പരസ്യമായി ഇവർ തള്ളിപ്പറയുമ്പോഴും പലയിടത്തും സഖ്യ സാധ്യതകൾ തേടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് മറിച്ചു നൽകിക്കൊണ്ട് സഹായിക്കാനും തിരിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കോഴിക്കോടും മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ CPMന് മറിച്ചു നൽകണമെന്നുമാണ് ഇവരുടെ രഹസ്യ സ്വഭാവത്തിലുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളത്. ഇരു മുന്നണികളും നമുക്ക് എപ്പോഴും അറിയാം, പരസ്യമായി തന്നെ ഇവരുമായി അകലം പാലിക്കുകയാണ്. പക്ഷേ വെൽഫെയർ പാർട്ടി കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം BJP ഒഴികെയുള്ള ഏത് രാഷ്ട്രീയ കക്ഷിയുമായും ധാരണയ്ക്ക് പ്രാദേശിക ഘടകങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ടെന്ന് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഷഫീഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സീറ്റുകളിലാണ് ഇനി ഈ തുടർച്ചയായിട്ടുള്ള ഇവരുടെ ഈ ഒരു ബാന്ധവം നടക്കുന്നത് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നഗരസഭാ പരിധിക്കുള്ളിലും ഒപ്പം തന്നെ വിവിധ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് പരിധിയിലടക്കം ഇത്തരത്തിലുള്ള നീക്കങ്ങളും ഒപ്പം തന്നെ സീറ്റ് വെച്ചുമാറലടക്കമുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കൂടാതെ തന്നെ വോട്ട് പല ഇടങ്ങളിലും മറിച്ചു നൽകി, അതായത് SDPക്ക് സ്വാധീനമുള്ള ഓരോ മേഖലയിൽ SDPയെ വിജയിപ്പിക്കുക, മറുഭാഗത്ത് കോൺഗ്രസിനെയും ഒപ്പം തന്നെ CPMന് സ്വാധീനമുള്ളിടത്ത് CPMന് വേണ്ടി SDPയും വെൽഫെയർ പാർട്ടിയും പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള അനുരഞ്ജന ചർച്ചകളാണ് ഇപ്പോൾ ഇവർ നടത്തിയിട്ടുള്ളത്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് കൈകൊടുക്കാൻ CPMും കോൺഗ്രസും ഒരുങ്ങുന്നത്. എന്തായാലും നിരവധി പഞ്ചായത്തുകളിൽ ധാരണയുണ്ടായിട്ടുണ്ട്. പ്രധാനമായും BJPയെ ഒറ്റപ്പെടുത്തുക, BJPയെ മാറ്റി നിർത്തുക എന്നുള്ള പ്രതികരണങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇടത് വലത് മുന്നണികൾ അയിത്തം കൽപ്പിക്കുമ്പോഴും ഇരുട്ടിന്റെ മറവിൽ ചർച്ചകൾ നടക്കുന്നു. ഒപ്പം തന്നെ പല ജില്ലകളിലും പല പഞ്ചായത്തുകളിലും ഇരുവരും തമ്മിൽ സഖ്യം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഗൗതം, ഓക്കെ. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മതരാഷ്ട്രീയവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖം വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. ഇതുകൂടാതെ ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള SDPയുമായിട്ടും PDPയുമായിട്ടും ഇരു മുന്നണികളും സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ശാലിനിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.